ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. ശാരിക ശങ്കരേട്ടനോട് എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ പോകാൻ പറയുകയാണ്. അങ്ങനെ ശങ്കരേട്ടൻ വിഷമത്തോടെ പാത്രങ്ങൾ കഴുകാനായി ഇരിക്കുന്നു. ശാരദാമ്മ പണ്ട് തന്നോട് പറഞ്ഞ കാര്യങ്ങളും ശാരദാമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് ശങ്കരേട്ടൻ. അതേസമയം രാജി അങ്ങോട്ടേക്ക് വരികയാണ്. ശങ്കരേട്ടൻ കുറച്ച് പാത്രം മാത്രം കഴുകിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ കഴുകിക്കോളാമെന്ന് രാജി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് ശങ്കരേട്ടൻ പറയുന്നു. ശാരികയുടെ പ്രവൃത്തിയിൽ വിഷമത്തോടെ ഇരിക്കുന്ന ശങ്കരേട്ടനെയും രാജിയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ ജോലി തേടി ഓരോരോ ഹോട്ടലുകളിലായി കയറി ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം ശാരദാമ്മ ഒരു ഹോട്ടലിൽ എത്തുകയാണ്. അതേസമയം അവർ ആ ഹോട്ടലിലേക്ക് പാചകക്കാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ജോലി തേടി വന്നതാണെന്നും പാചകം ചെയ്യാൻ അറിയാമെന്നും ശാരദാമ്മ പറയുമ്പോൾ അവര് ശാരദാമ്മയെ നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ഒരു ചിക്കൻ എടുത്ത് വെച്ചിട്ട് ചിക്കൻ മുറിച്ച് കാണിക്കാൻ ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ ചിക്കൻ കണ്ട ഉടൻ തന്നെ ഛർദ്ദിക്കുകയാണ്. ഇവിടെ ചിക്കൻ്റെ ഐറ്റംസ് മാത്രമുള്ള കടയാണെന്നും നിങ്ങൾക്കിവിടെ ജോലിയില്ലെന്നും പറഞ്ഞ് അവർ ശാരദാമ്മയെ പറഞ്ഞയക്കുന്നു. അങ്ങനെ വിഷമത്തോടെ ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പഞ്ചകൈലാസത്തിലെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രീതി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അർജുൻ അങ്ങോട്ടേക്ക് വരുന്നു. തൻ്റെ തലവേദന മാറിയോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് കുറവുണ്ടെന്നും എന്നാലും നാളെയല്ലേ നമുക്ക് കോടതിയിൽ സാക്ഷി പറയാൻ പോകേണ്ടത്, എന്നാൽ എനിക്ക് ഇത്ര നേരമായിട്ടും ഒന്നും ഓർമ്മ വന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യും അർജുനേട്ടാ, ഞാൻ കാരണം അർജുനേട്ടൻ കേസ് തോൽക്കില്ലേ എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, അതൊന്നും സാരമില്ലടോ, എന്താണെങ്കിലും വിധിയെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടുമാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ സമാധാനിപ്പിക്കുകയാണ് അർജുൻ. അതേസമയം സുസ്മിത അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർജുൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ പ്രീതിക്കുള്ള ചായയുമായിട്ട് വന്നതാണെന്ന് സുസ്മിത പറയുന്നു. അതിന് നീ എന്തിനാ ചായ കൊണ്ടുവന്നത്, അവിടെ പൊന്നിയില്ലേ എന്ന് ദേഷ്യത്തോടെ അർജുൻ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഞാനെപ്പോഴും ഇവിടെ നിന്ന് ആഹാരമല്ലേ കഴിക്കാറുള്ളൂ, പൊന്നിയെ സഹായിക്കാമെന്ന് ഞാനും കരുതി, അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറിയതാ, എന്നോടുള്ള ദേഷ്യം ചായയോട് കാണിക്കണ്ട, പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രോഹിത് എന്നെ ചതിയിലൂടെയാ വിവാഹം ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ, ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ കാണിക്കുന്ന ശത്രുത കണ്ടിട്ട് ജയിൽ തന്നെയാ ഇതിലും ഭേദമെന്നാ എനിക്ക് തോന്നുന്നത്, എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിശ്വാസമായിക്കോളുമെന്ന് പറഞ്ഞ് സുസ്മിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ സുസ്മിത പോയതിനു ശേഷം പ്രീതി ആ ചായ കുടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സുസ്മിത പുറത്ത് മാറി നിൽക്കുന്നതാണ്. തുടർന്ന് ചായ ഉണ്ടാക്കുന്ന സമയത്ത് താൻ ചായയിലേക്ക് ഒരു പൊടി ചേർത്ത കാര്യം സുസ്മിത ഓർക്കുന്നു. ഇനി നീ എങ്ങനെ നാളെ എല്ലാവരുടെ മുമ്പിൽ സത്യം പറയുന്നത് എനിക്കൊന്ന് കാണണം പ്രീതി, അതിനുള്ള പണിയാ ഞാനിപ്പോ ചായയുടെ രൂപത്തില് നിനക്ക് തന്നിരിക്കുന്നത്. അതേസമയം പ്രീതി ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.